വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വനിതകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് വെള്ളറക്കാട് ലാൻഡേൺസ് മീഡിയയുടെയും IMFAയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പരമ്പരാഗത കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള ഫാഷൻ ഷോ മത്സരത്തിന്റെയും അവാർഡ് നൈറ്റിന്റെയും ലോഗോ പ്രകാശനം നടന്നു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ലാൻഡേൺസ് ഫാഷൻ ഷോയുടെ ബ്രാൻഡ് അംബാസിഡറും ഫേസ് ഓഫ് കേരള ഫസ്റ്റ് റണ്ണറപ്പുമായ അഞ്ജലി S. പിള്ളൈ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡയറക്ടർമാരായ റഫീഖ് നാലകത്ത്, അരുൺ ചന്ദ്രൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ജോമോൻ ജോസഫ്, കോർഡിനേറ്റർ ഇമ നന്ദനം എന്നിവർ പങ്കെടുത്തു. കിഡ്സ്, ജൂനിയർ, സീനിയർ, ടീന്, മിസ്റ്റർ, മിസ്, മിസ്സസ് കാറ്റഗറിയിലുള്ള മോഡൽസിനെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതിലൂടെ ഞങ്ങൾ വിചാരിക്കുന്നത്, സാധാരണ നമ്മുടെ ഉള്ളവർക്കൊരു വിചാരമുണ്ട്, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നീളം ഉള്ളവർ, ഇല്ലെങ്കിൽ സ്ലിം ആയിട്ടുള്ളവർ, നിറം വ്യത്യാസം അങ്ങനെയുള്ളവരുണ്ട്. ആ ഒരു ധാരണ മാറ്റാനായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഷോയിലൂടെ ഞങ്ങൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. അതാണ് ഞങ്ങൾ ഇതിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് 3 റൗണ്ട്സാണ് വരുന്നത്. ടാലൻറ്റ് റൗണ്ട്, ക്വസ്റ്റ്യനെയർ റൗണ്ട്, അതുപോലെ ഇൻട്രോ റൗണ്ട്. പിന്നെ അതുപോലെ വെസ്റ്റേൺ റൗണ്ടും കേരള ട്രഡീഷണൽ റൗണ്ടുമാണ് വരുന്നത്. കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ അതും നമ്മുടെ മോഡൽസിന് എന്താണോ കംഫർട്ട് അതിനനുസരിച്ചാണ് കോസ്റ്റ്യൂമും. എക്സ്പോസ് വരുന്നില്ല. നമ്മുടെ മോഡൽസിൻ്റെ കംഫർട്ടബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും പറഞ്ഞേക്കുന്നത്. അങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. മെയ് 25, 26 തീയതികളിൽ വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിയിൽ വെച്ചാണ് ഫാഷൻ ഷോയും അവാർഡ് വിതരണവും നടക്കുന്നത്. സാധാരണക്കാർക്ക് അപ്രാപ്യമെന്ന് കരുതുന്ന ഫാഷൻ, മോഡൽ, ഡിസൈനിംഗ് രംഗങ്ങളിലേക്ക് ഗ്രാമീണ വനിതകളെ കൈപിടിച്ചുയർത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഫാഷന് വേറെ വലിയൊരു മുഖമുണ്ടെന്നും അതുപോലെ തന്നെ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പുറകിൽ ഒരുപാട് ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതും പൊതുജനങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ 2.5 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ 65-70 വയസ്സ് വരെ പ്രായമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഷോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് കേരള ട്രഡീഷണലാണ് നമ്മൾ കോമ്പറ്റീഷൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മംഗന്മാർ അവരുടെ വസ്ത്രധാരണ ആയിരിക്കും 100% ഇതിൽ സഭ്യമായ രീതിയിലുള്ള വസ്ത്രധാരണ ആയിരിക്കും. അപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കും, എങ്ങനെയാണ് ഇങ്ങനെ ഫാഷൻ ഷോ എന്ന്. ഫാഷൻ ഷോ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് നെയിമാണ്. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലേക്ക് അതിനെ വരുമ്പോൾ ഈ ഫാഷൻ ഇപ്പോൾ വീട്ടിൽ ബോട്ടിക്ക് നടത്തുന്ന ഒരുപാട് പേരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താണ് ഈ ബ്യൂട്ടി പാർലർ കൊണ്ട് ജോലി സാധ്യത ഉള്ളത്, അതുപോലെ തന്നെ ബോട്ടിക്ക് അത് എത്ര രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ട്രെൻഡാണ്. ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ സംസ്കാരമൊക്കെ ഒരുപാട് എന്താ പറയുക നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ കാറ്റഗറികളിലായി 3 മുതൽ 65 വയസ്സുവരെയുള്ള 150 പേർ മത്സരത്തിൽ പങ്കെടുക്കും. 25-ാം തീയതി മോഡൽസിനുള്ള ഗ്രൂമിങ്ങും ടാലന്റ് റൗണ്ടും നടക്കും. 26-ന് മോഡലിംഗ് മത്സരവും അവാർഡ് ദാന ചടങ്ങും നടക്കും. നമുക്ക് ഈ ഷോ IMFAയുടെ, അതായത് ഇൻഡോ മോഡലിംഗ് ആൻഡ് ഫാഷൻ അസോസിയേഷൻ, കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് അസോസിയേഷനായ ഈ അസോസിയേഷൻ്റെ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഈ ഷോ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വരുന്ന മോഡൽസിനാണെങ്കിൽ പോലും ഫ്രഷേഴ്സിന് അനു, അതുൽ ജോൺ അടക്കമുള്ള 3ഓളം പ്രമുഖ കൊറിയോഗ്രാഫേഴ്സാണ് അവർക്ക് ഗ്രൂമിങ്ങും കാരണം കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ വാക്ക് ചെയ്യണം, എങ്ങനെ പോസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ സെൽഫ് ഇൻട്രോ വരെ എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ മൈക്ക് എങ്ങനെ പിടിക്കണം എന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നത് ഇവരാണ്. കാരണം ശരിക്കും പോർട്ട്ഫോളിയോ നമുക്കറിയാമല്ലോ, പല കോസ്റ്റ്യൂംസ് നമുക്ക് വരും. പക്ഷേ ഷോ ആകുമ്പോൾ ലിമിറ്റഡ് ആയി പറ്റുള്ളൂ. അപ്പോൾ 2 കോസ്റ്റ്യൂമും ചേരുന്നതിലായിരിക്കും. പിന്നെ 2 റെഫറൻസ് കൊടുക്കുന്നത് മാത്രം അവർക്ക് കംഫർട്ട് അനുസരിച്ച് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാം. അതായത് കേരള ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഫ് വൈറ്റ് പട്ട് അങ്ങനത്തെ ഒരു ടൈപ്പും, വെസ്റ്റേണിൽ ഇഷ്ടമുള്ളത് ഫുൾ കവേർഡ്, നമുക്ക് എക്സ്പോസിങ് ആവശ്യമില്ല. പിന്നെ ഇപ്പോഴത്തെ നാട്ടിലൊരു ഇതുണ്ട്, ഫാഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പോസ്, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. കലാ, കായിക, സാംസ്കാരിക, മാധ്യമ രംഗത്ത് കഴിവ് തെളിയിച്ചവർ ഉൾപ്പെടെ 15 വിഭാഗത്തിലുള്ള പ്രതിഭകൾക്കാണ് അവാർഡ് നൽകുന്നത്. ഇതോടൊപ്പം കേരളത്തിൽ നിന്നും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 250-ൽ പരം മോഡലുകൾ പങ്കെടുക്കുന്ന പ്രദർശനവും നടക്കും. കുന്നംകുളം CCTVയാണ് ഫാഷൻ ഷോയുടെ മീഡിയ പാർട്ട്ണർ. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.